ഇതാണ്. അങ്ങനെ ഒരു കഴിവ് കിട്ടണം. മനസ്സിലായോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യന് ലോകത്ത് പറ്റുമെന്ന്. ഞാൻ ഒരു 1/2 മണിക്കൂർ ഉണ്ടാവും ലൈവ്. അത് കഴിഞ്ഞ് ഞാൻ പോവും. സോ സൗണ്ട് ഇല്ലേ? ഹാപ്പി ആയിട്ട് കൂട്ടാ. ഹാപ്പി ആവാൻ എങ്ങനെടാ ഹാപ്പി ആവല്? ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷനിൽ ഹാപ്പി ആവാൻ പറ്റുമെന്നുണ്ടല്ലോ, അതൊരു ഇതാണ്. അങ്ങനെ ഒരു കഴിവ് കിട്ടണം. മനസ്സിലായോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യന് ലോകത്ത് പറ്റുമെന്ന്. ഒരു മിനിറ്റ്. ഇതാ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക്. പറ്റൂല. യു ക്യാൻ അപ്ഡേറ്റ് യുവർ യൂസർ നെയിം വൺസ് എവറി 60 days. 60 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അത് കിക്കിൻ്റെ ഇതാണ്. എനിക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? സോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? സൗണ്ട് കൂട്ടുന്നോ? സൗണ്ട് കുറവാണോ? ഒരു മിനിറ്റ്. ഹലോ 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 ഹലോ. ഇപ്പോൾ ഓക്കെ ആണോ? 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 ഇത് ജയിലാണോ? ഇത് ജയിലല്ല. എനിക്ക് ഈ ലോകത്ത് എവിടെ പോയാലും എന്ത് സ്വർഗത്തിൽ പോയാലും എനിക്കിപ്പോൾ ജയിലാ. മനസ്സിലായോ? എനിക്ക് തോന്നുന്ന ഒരു കണക്കിന് ജയിലിൽ പോക്കാന്ന് ഏറ്റവും ബെറ്റർ. മനസ്സിലായോ? കയ്യിൽ പൈസ ഉള്ളാക്കി പിന്നെ ഒന്നും കുഴപ്പമില്ല മുത്തേ. എവിടെ വേണമെങ്കിലും പോവാം, എങ്ങനെ വേണമെങ്കിൽ ഇതാക്കാം. കേസും ഇതെല്ലാം നടത്തി നമുക്കങ്ങനെ ഇതാക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? കയ്യിൽ പൈസ ഇതുള്ളാക്കത് പറ്റും. എനിക്കറിയോ ഞാൻ ഈ സാധനം കൊണ്ട് ഞാൻ രാത്രിക്ക് രാത്രി ഓടിയതാ. മിനിയാന്ന് ഇന്ന് മിനിയാന്ന് രാത്രി ഞാൻ പറഞ്ഞുതരാം. മിനിയാന്ന് രാത്രി എടാ കുണ്ടെന്ന് വിളിക്കല്ലടാ, സത്യമായിട്ട് വിളിക്കല്ലടാ. അത് ഞാൻ ചെയ്യാത്ത കാര്യടാ. ഓൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആക്കിയെടുത്ത് ഇതാടാ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരണ്ടേ? മനസ്സിലായോ? ഇല്ലാത്ത കാര്യവും പറഞ്ഞിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്നെ പിടിക്കുന്ന വരെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഒരു ലൈവ് ഉണ്ടാവും. ഒന്നിക്ക് ഇപ്പോൾ പിടിക്കും, അല്ലെങ്കിൽ നാളെ പിടിക്കും. എപ്പാന്നറിയില്ല. പിടിക്കുന്ന വരെ ലൈവിൽ തന്നെ പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായോ? ഇതിലാണല്ലോ ഇതെല്ലാം ഇതായത്. അപ്പം ഇതിൽ തന്നെ തീരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ എന്തായാലും പിടിക്കും. അതെനിക്ക് ഉറപ്പാ. ഡബ്ല്യു ഷമീർ ഫോർ ഷോയിങ് തൊപ്പി റിയൽ ഫേസ്. എടാ അതിന് എന്നിട്ട് അനക്കെന്താടാ കിട്ടിയത്? അനക്കെന്താ കിട്ടിയത്? എനിക്ക് മെൻ്റൽ ഇതോ? മിനിയാന്ന് രാത്രി പോലീസുകാർ വന്നെന്ന് പറയും. മിനിയാന്ന് രാത്രി എന്തോ ഒരു ന്യൂസ് കണ്ടിട്ട് ഞാൻ കാണുന്ന എന്താ അറിയോ? ഞാൻ ഒരു 3-4 ദിവസമായിട്ട് അതിന് മുമ്പ് ഉറങ്ങിയിട്ടില്ല. കാരണം ഉറങ്ങാൻ പറ്റൂലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പെട്ടെന്നുണ്ട് കാലിൽ കണ്ണുനീര് ഉറ്റുന്നു. ആരത്? ജാസീൻ്റെ കണ്ണീരുറ്റുന്ന അങ്ങനെ ഞാൻ എണീക്കുന്നത്. മനസ്സിലായോ? എല്ലാവരും പോയി. മനസ്സിലായോ? എല്ലാവരും ഓടി. ജീവനും കൊണ്ട് ഉള്ള എല്ലാവരും ഓടി. മനസ്സിലായോ? ഞാനും ഓടി, മമ്മു ഓടി, ജാസും ഓടി, എല്ലാവരും ഓടി. കാരണം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് നമ്മളെ ഇതാക്കിയിട്ട് ബാക്കി എല്ലാവരും ഒരാളെ പിടിച്ചിട്ട് നമ്മളാണ് പ്രതികൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഈ പറഞ്ഞ എക്സ്പോസ് ചെയ്ത അവരെല്ലാം പൈസയും ഉണ്ട്, അവരെല്ലാം വേണ്ട ഇൻഫ്ലുവൻസും ഉണ്ട്, ഇതുമുണ്ട്. അതുകൊണ്ട് അവരെ ഇതാക്കും. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പം വേണമെങ്കിലും പിടികൂടാം. എപ്പം വേണമെങ്കിലും ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും പിടിക്കും. അത് ഉറപ്പാ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് പോയി കിട്ടി. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാര്യം. നമ്മൾ ഈ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചേട്ടാ, ഞാൻ പറഞ്ഞതിലൊന്നും ഒന്നും തെറ്റില്ലടാ. അവൻ ആ നാറി ഇല്ലാത്തൊരു വീഡിയോ എടുത്ത് ഇട്ടല്ലോ അവന്. ഞാൻ അവൻ്റെ ഇട്ട ഒന്നും ഫേക്കല്ല. മനസ്സിലായോ? ആ നാറി ഇല്ലാത്തൊരു വീഡിയോ, അതായത് ശരിയാന്ന്, ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഈ മമ്മു എന്ന് പറയുന്ന നാറി ഇങ്ങനെ എന്താ തുടരും പിടിക്കാനും വേണ്ടി ഇങ്ങനെ വന്നു.
അത് ഓൻ അങ്ങനെ കൺവേർട്ട് ചെയ്തു, മനസ്സിലായോ? നന്മമരം കളിച്ചവൻ കൺവേർട്ട് ചെയ്തു. ഉം. ആ എന്താടാ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലടാ, എന്താടാ? ഇത് അപ്പൊ ഇത് കോംപ്രമൈസ് ബ്രോ വിത്ത് തൊപ്പി, കോംപ്രമൈസ് ബ്രോ വിത്ത്. എന്തിനാടാ കോംപ്രമൈസ് ചെയ്യണ്ടേ? അപ്പൊ സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണോ? സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണം എന്നാണോ പറയുന്നത്? അങ്ങനെയാണ് അങ്ങനെ ഇത്ര ഇതാക്കിയിട്ട് ഇനി ഞാൻ കോംപ്രമൈസ് ചെയ്യണമെന്നോ? ഇല്ലടാ, കോംപ്രമൈസും ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞതിലോ ഞാൻ ചെയ്തതിലോ എനിക്ക് ഇന്നും എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയാണ്, ഞാൻ ചെയ്ത് കാണിച്ചത് റിയൽ ഫേസ് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് ആയിരിക്കും അധികം ആൾക്കാരിലേക്ക് ഈ ലൈവ് എത്തിക്കാണ്ടിരിക്കും. അതായത് ഞാൻ സ്റ്റോറിയോ ഒരു ലൊട്ടി വിടാണ്ട് ഞാൻ വന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ ഇത് ആരും അറിയിക്കാണ്ടിരിക്കുക, ലൈവുള്ള ആരും അറിയാണ്ടിരിക്കുക, ആരും അധികം വരാണ്ടിരിക്കുക. ആ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി. ജാസും അമ്മോ എവിടെ? അവരെല്ലാം പോയി, അവരെല്ലാം ഓടി, മനസ്സിലായോ? അവരെല്ലാം ഓടി, മനസ്സിലായോ? എല്ലാരും പോയി. ഇതിപ്പോ ഡ്രഗ് ടെസ്റ്റ് എല്ലാം നടത്തി ബ്രോ. അതിന്റെ റിസൾട്ട് വാങ്ങാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, മനസ്സിലായോ? എന്താണെന്നൊന്നും അറിയില്ല. അതിനിപ്പോ എന്ത് പറ്റും? എക്സൽ ന്യൂ GTA ഒക്കെ എന്താ ചെയ്യടാ? ജീവിതം നാട് വിട് ഫൈൻഡ് പീസ്. ഏടെ നാട് വിടാൻ ഈ പറയുന്നത്? ഏടെ നാട് വിട്ടാലും പൊക്കോടാ, എന്തായാലും പൊക്കും, മനസ്സിലായോ? എവിടെ നാട് വിട്ടാലും പൊക്കും. ഒറ്റപ്പെട്ടോന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഒറ്റപ്പെട്ടു മോനെ. പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നും ഇല്ല, എന്താന്നൊന്നും അറിയില്ല. കുറേ ന്യൂസ് ഉണ്ട്, ഇതുണ്ട് എന്നെല്ലാം അറിയാം. വേറെ ഒന്നും അറിയില്ല, ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എന്തെങ്കിലും അറിയുമ്പോൾ പേടിയും ഇതും വന്ന് ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നു. ആദ്യം വരുന്ന ചിന്ത പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാ. കാരണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ബാക്കിയുള്ള ഇത് നോക്കുമല്ലോ. അങ്ങനെയും ചിന്തിച്ച് അങ്ങനെയും ചിന്തിച്ച് എന്തിനാ മമ്മുവിന്റെ മുമ്പിൽ വെച്ച് ഇതാക്കിയെന്നടാ? ഞാൻ ഒരു കാര്യം പറയട്ടെടാ, നമ്മളെല്ലാരും ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോ മനസ്സിലായി അങ്ങനെ എന്താടാ എനിക്ക് ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ലടാ. എടാ അതെല്ലാം നമ്മൾ അത്രയും പ്രൈവറ്റ് ആയിട്ട് ഇതാക്കുന്നല്ലേ. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇവന്മാരിങ്ങനെ ചെയ്യൂന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ബാക്കിയുള്ള ഇവന്മാരെ സത്യങ്ങൾ ഞാൻ പൊളിച്ചു. എന്നിട്ട് ഇവന്മാർ ഇത് നന്മമാരും കളിച്ച് ജനങ്ങളെയും പറ്റിച്ചിട്ട് നിങ്ങളെയും മണ്ടന്മാരാക്കി ഇതാക്കാന്നാണ് വിചാരിച്ചത്. ഞാൻ ഇതിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നെ അങ്ങനെ തന്നെ വിചാരിക്കുക. ഇതിപ്പോ അവന്റെ സത്യം കൂടി പുറത്ത് വന്നല്ലോ. ഓൻ നന്മ കളിച്ചിട്ട് ഇതാക്കില്ല. അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ആരും അങ്ങനെ നന്മ കളിച്ചുകൊണ്ട് പോകണ്ട. ഓൻ്റെ റിയൽ ഫേസ് അങ്ങനെ കാണിക്കണം. ഒന്നാമത് എൻ്റെ അത് റിയൽ അല്ലടാ. അതിന്റെ ഫുൾ വീഡിയോ ഇടാൻ പറയടാ. അതിന് ഫുൾ വീഡിയോ ഇല്ലടാ, മനസ്സിലായോ? അതിന് ഫുൾ വീഡിയോ ഇല്ല. അതാ ഫസ്റ്റത്തെ കാര്യം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ വല്ലാത്തൊരു കാര്യം മനസ്സിലാക്കി. ഈ ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും, മനസ്സിലായോ? കേരളത്തിലല്ല, തമിഴ്നാട്ടിലല്ല, ഈ ലോകത്ത് ഇന്ത്യ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് പരിപാടിയും നടക്കും, മനസ്സിലായോ? പൈസ ഇല്ലാണ്ട് നമ്മൾ ഈ പൈസ ഉള്ള ആൾക്കാരെ ഇതാക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. ആ സത്യം എനിക്ക് മനസ്സിലായി. പൈസ ഇല്ലാണ്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. അപ്പൊ എപ്പം വേണമെങ്കിൽ ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ, ഒന്നിക്ക് ഇപ്പൊ തന്നെ ചിലപ്പം വന്ന് പൊക്കും, അല്ലെങ്കിൽ നാളെ. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്നെ പൊക്കാത്തിടത്തോളം കാലം ഞാൻ ലൈവ് ചെയ്യും. പൊക്കാത്തിടത്തോളം കാലം ഞാൻ രാത്രി 10 മണിക്ക് കിക്കിൽ ലൈവ് ചെയ്യും.
പോലീസ് വിളിച്ചോ? അതിനിടെ ഫോണും ഇതെല്ലാം സ്വിച്ച് ഓഫാ, എല്ലാം ഇതാക്കി അപ്പാട് ഇതാവും. പറ്റുന്നത്ര രക്ഷപ്പെടാൻ പറ്റുന്നത്ര ജീവനും കൊണ്ട് രക്ഷപ്പെടാന്നുള്ള. സ്ഥലം എവിടെയാ? സ്നാപ്പ് ആയിട്ട് പിടിച്ചു കൊടുക്കാനല്ലടാ. 1000 ശത്രുവിന് എന്താ? ഹൂ ടേക്ക് ദ വീഡിയോ? എടാ ആ വീഡിയോ എടുത്തോ തൊപ്പി, അല്ലെങ്കിൽ റാംബോ. ഇവരല്ലാണ്ട് ഒരിക്കലും വേറെ ആരും ആ വീഡിയോ എടുക്കൂല. അപ്പൊ ഇവരെന്താ, ഇതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ, ഒന്നാമത് ഉമ്മ സത്യമായിട്ട് അങ്ങനെയല്ല. ഇനിയിപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവരതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? എടാ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയാ പോരെടാ. ലൈവിൽ സൂയിസൈഡ് ചെയ്യ് നിങ്ങൾക്ക്. വൈ ആർ യു സ്കെയറിങ് ബ്രോ? എടാ ബ്രോ ഒന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? എന്തൊക്കെയാ നടക്കുന്നതൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഞാനും എല്ലാം അറിയില്ല. ഇങ്ങനെ കുറെ ഇതുണ്ട് അതുണ്ട് എന്നറിയാം. എന്തൊക്കെയാന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. മനസ്സിലാ? ജയിൽ സ്ട്രീം ചെയ്യാനോ? ജയിലിലെല്ലാം എങ്ങനെയാടാ സ്ട്രീം ചെയ്യല്? എന്താടാ പറയുന്നത്? ബിലീവ് ഇൻ യുവർ സെൽഫ് ബ്രോ. എനിക്ക് എന്നതിൽ വിശ്വാസം ഉണ്ടടാ. പക്ഷെ ആരും, നീ കണ്ടോ ബ്രദർ, സത്യം എന്തായാലും പുറത്തു വരും. മനസ്സിലാ? സത്യം എന്തായാലും പുറത്തു വരും. അത് കണ്ടോ? അങ്ങനെ മാത്രമേ ഇത് തെളിയൂ. സത്യം പുറത്തു വരും. നമ്മളെല്ലാം എന്തെങ്കിലും ഇതാക്കിയാലും ആരാണ് ഇത് എന്നുള്ളത് എന്തായാലും സത്യം പുറത്തു വരും. നീ കേസ് കൊടുത്തോ? ഇല്ല, അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലാ? അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും എന്തും ചെയ്യാം. അത് ബ്രോക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ട് അറിയോ? ബ്രോ ഈ പറഞ്ഞ ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്തോണ്ടാണ് ബ്രോക്ക് മനസ്സിലാകാത്തത്. പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നടക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, പൈസ ഇല്ലാണ്ട് ഈ ലോകത്ത് ഒന്നും നടക്കൂല. ആരും കൂടെ ഉണ്ടാവില്ല. ആരും കൂടെ ഉണ്ടാവില്ല. അത് മോനെ, ഇത് ഇത് കുറിച്ചു വെച്ചോ. പൈസ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പട്ടീനെ പോലെ മരിക്കേണ്ടി വരും. മനസ്സിലാ? പട്ടീനെ പോലെ മരിക്കേണ്ടി വരും. പൈസ ഉള്ളവന് ഇവിടെ എന്തും ചെയ്യാം, എന്തും ആക്കാം, പക്ഷെ ഒന്നും സംഭവിക്കില്ല. രാജാവിനെ പോലെ മരിക്കാം. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താ. ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരാണ്ടിരിക്കട്ടെ. അത് ഞാൻ പറയാം. അനാൻഷാടെ വീഡിയോ കണ്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഇതാണോ? നമസ്കാരം കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, യൂട്യൂബിലെ എല്ലാ പ്രിയപ്പെട്ട അല്ലോ, ഇനി കോപ്പിറൈറ്റ് കിട്ടോടാ? കോപ്പിറൈറ്റ് കിട്ടും. എനിക്ക് പേടിയാന്ന് പോത്തേ. എനിക്ക് മനസ്സിലാ? എനിക്ക് പേടിയാ. മനസ്സിലാ? ഞാൻ എന്താ ലോകത്തിൽ നടക്കാന്നുള്ള എനിക്കറിയില്ല. ഡെക് ടെസ്റ്റ് എന്തായി ബ്രോ? അത് വാങ്ങാൻ പോണെങ്കിലും അത് ഇതാക്കാൻ പോലും എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മനസ്സിലായി? എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ഹെഡ്ഫോൺ ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ഒരു ചെറിയ വെബ് ക്യാം ഉണ്ട്, ഒരു കട്ട ഉണ്ട്, ഒരു മോണിറ്റർ ഉണ്ട്, 2 എണ്ണം. ഇതും കൊണ്ട് ഇതും ഒരു പെട്ടിയിലാക്കി ഞാൻ ഇറങ്ങി ഓർഡർ ചെയ്തത്. മനസ്സിലാ? എന്നിട്ട് എങ്ങനെയല്ലോ ആയിട്ടൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്നെ പൊക്കും. എന്തായാലും ഇന്നോ നാളെയോ ആയിട്ട് എന്നെ പൊക്കും. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ വക്കീലിനെ വെച്ച് വാദിക്കാൻ, വക്കീലിന് കൊടുക്കാനുള്ള പൈസ ഇല്ല, ഇതിനുള്ള ഇതില്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെയുള്ള ഉമ്മാൻ്റെ പണയം വെച്ച് വാങ്ങിയ ഈ സാധനങ്ങൾ മാത്രമാണ്. ഇത് ഒരിക്കലും കൊടുക്കരുത് എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതും കൊണ്ട് ഞാൻ ഓടിയതാണ്. മനസ്സിലാ? എന്താ ബ്രോ, കമ്പാക്ക് വരുവാണെങ്കിൽ ഒരിക്കലും തൊപ്പി 2 ആകരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ജാസി എവിടെയാടാ? എല്ലാവരും പോയടാ. എല്ലാവരും ഇതായി. കോപ്പിറൈറ്റ് കിക്കിൽ നോ കോപ്പിറൈറ്റ്. എന്നാ പിന്നെ കാണാം. നമസ്കാരം കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, യൂട്യൂബിലെ എല്ലാ പ്രിയപ്പെട്ട ഓഡിയൻസിനും എൻ്റെ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ പരാതികൾ എറണാകുളം സൈബർ പോലീസ് കളമശ്ശേരി പോലീസിന് അല്ല, നമ്മളെല്ലാരെയും സത്യം പറഞ്ഞാന്നുള്ള ഒറ്റ കാരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എനിക്കെന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് കയറാനൊരു ഫ്ലോ കിട്ടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ 3 ദിവസമൊക്കെ വ്ളോഗ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നാമത് ഞങ്ങൾ ആരും
സ്കിപ്പ് സ്കിപ്പ് ഓക്കെ. ഞാൻ ഒന്നും അറിയില്ല എന്താന്ന് വീഡിയോ, എന്താ സംഭവം, എന്താ ഇത്. ധരിക്കുന്ന തൊപ്പിയെ പൂട്ടാൻ പോലീസ് ഒരുങ്ങുന്നു. 24 ബ്രേക്കിംഗ് യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ IP ആക്കിയത് ഇപ്പം വരൂല, ഇപ്പം വരും. നമുക്കറിയാം ഇപ്പം എന്നെ പൊക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പം എന്തായാലും വരുന്നുണ്ടാവും, മനസ്സിലായോ? എന്തായാലും വരുന്നുണ്ടാവും. എന്തായാലും എന്നെ പൊക്കും, ലൈവിൽ തന്നെ പൊക്കട്ടെ, മനസ്സിലായോ? എന്തായാലും ഇപ്പം വരും. ഇന്നോ നാളെയോ, നാളത്തെ ലൈവിലായിരിക്കും, ചിലപ്പോൾ ഇന്നത്തെ ലൈവിലായിരിക്കും. എന്തായാലും പൊക്കും, 100% ഷുവറാ നമുക്ക്, മനസ്സിലായോ? എല്ലാവരും RP ലൈഫ് പോയില്ല എടാ, എൻ്റെ ലൈഫേ പോയടാ. എൻ്റെ അല്ല, നമ്മളെല്ലാവരെയും സത്യം പറഞ്ഞാന്നുള്ള ഒറ്റ കാരണത്തിൽ നമ്മളെല്ലാവരും ലൈഫ് പോയി. എന്നതിനാണോ പറയുന്നത്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവൻ്റെ എല്ലാം പുറത്ത് വിടുന്നതാണ് നല്ലത്. ഞാൻ പറയട്ടെ, നമ്മളതിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ട്. നമ്മളതിലുള്ള സത്യങ്ങളും സംഭവങ്ങളെല്ലാം നമ്മൾ കൈമാറിയിട്ടുണ്ട്. കാരണം ഈ പൈസ ഇതും വെച്ച് എങ്ങനെ